കോടതി എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് മാനത്ത് കണ്ടുകൊണ്ട് നമ്മുടെ കമ്മീഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമല ശ്രീകോവിലിലെ ഭാഗങ്ങൾ രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ മാതൃകയിൽ കടത്തപ്പെട്ടു എന്നത് ചെറിയ കാര്യമാണോ ഡോക്ടർ പി കെ ഗോപൻ? നമ്മൾ തോക്കിൽ കയറി വെടിവെക്കേണ്ട. അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവർ പ്രതിയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുമെന്ന് ഡോക്ടർ പി കെ ഗോപൻ, സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ സമ്മർദ്ദം മൂലം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ശ്രീ N. വാസുവിനെ പോലുള്ള ആളുകൾക്ക് പ്രതി ചേർക്കപ്പെട്ടിട്ടും അവരിലേക്ക് എത്താത്തത് അന്വേഷണ സംഘത്തിന് മേലുള്ള സമ്മർദ്ദം മൂലമാണ് എന്ന ആരോപണം. മറുപടി പറയും. യഥാർത്ഥത്തിൽ ശ്രീമതി നിഷ, ഇത് CPM-നെതിരായിട്ടോ ഗവൺമെന്റിനെതിരായിട്ടോ അല്ല ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഗവൺമെന്റിന്റെ ഈ അന്വേഷണത്തിൽ ഗവൺമെന്റ് മാറി നിൽക്കുക, ഗവൺമെന്റിന് അതിൽ റോളില്ല. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ കോടതി ആവശ്യപ്പെട്ട പ്രകാരം കോടതിക്ക് ഇഷ്ടപ്പെട്ട, കോടതി സത്യസന്ധരം തോന്നുന്ന എന്നാൽ അതീവ ശേഷിയുള്ള ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടുപിടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോ സെന്റിമീറ്ററും അളന്നളന്ന് അവർ കുറ്റ ആരോപിതരെ പരിശോധിച്ച് ആരാണോ കുറ്റം ചെയ്തത് അവരിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര അതിവിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ദർശിച്ചിട്ടില്ലാത്തത്ര വിപുലമായ സന്നാഹങ്ങളോടെ, സൂക്ഷ്മതയോടെ ഓരോ ചുവടുവെപ്പും ഭംഗിയായിട്ട് നടത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവിടെ റോളില്ലാതെ വരികയാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നന്നായിട്ട് ഈ കേസ് നടത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. SIT അതിനേക്കാൾ ഉപരിയായിട്ട് കോടതി എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് മാനത്ത് കണ്ടുകൊണ്ട് നമ്മുടെ കമ്മീഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുകയാണ് ഇന്നാരെ അറസ്റ്റ് ചെയ്യണം, ഇന്നാരെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണ്ട എന്നൊക്കെ ഇവർ പറയുന്നതിൻ്റെ യുക്തി എന്താ? സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ലോജിക്ക് പറയണ്ടേ? അതായത് SITയുടെ മുമ്പിൽ ഇപ്പോൾ ഗവൺമെന്റ് എന്നോ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. അവരുടെ മുമ്പിൽ ആരാണോ അയ്യപ്പന്റെ സന്നിധാനത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയത് അവരെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൽ ഇന്ന പതുക്കെ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ശ്രീ N. വാസുവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഇവർ പറയുന്ന രീതിക്ക് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നാളെ ശ്രീ N. വാസു കോടതിയിൽ ഇത് വാദിച്ച് ഊരിക്കൊണ്ടുപോയാൽ ഇവർ സമാധാനം പറയുമോ? വാസുവിൻ്റെ പേര് തെളിവില്ലാതെ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം മതിയോ? പറ്റില്ലല്ലോ. അപ്പോൾ SITയുടെ സമീപനം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കോടതി നിരീക്ഷിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വാസുവിനെ അല്ല ഇവരുദ്ദേശിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കുറ്റവാളികളെ കണ്ടെത്തി കോടതിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നല്ല തെളിവ് കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലായാലും, മുരാരി ബാബുവിൻ്റെ കാര്യത്തിലായാലും, ജയശ്രീയുടെ കാര്യത്തിലായാലും, ബൈജുവിൻ്റെ കാര്യത്തിലായാലും, സുധീഷിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഇത് ബാധകമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇവർക്ക് മോഷണത്തിൽ മാത്രമാണ് താല്പര്യം എന്നൊരു പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എന്തും പറയാം. പക്ഷേ ഈ 8 വർഷം ഭരിച്ച ഗവൺമെന്റിന്റെ ഏത് അഴിമതി ആരോപണമാണ് നിഷ ഇവർ ഈ പറയും നിലനിൽക്കുന്നത്? ഏത് അഴിമതി ആരോപണം? എത്ര അഴിമതി ആരോപണം? കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അഴിമതി മുക്തമായ ഒരു ഭരണ സംവിധാനം, അതിന്റെ പര്യായം അത്. കേരളത്തിൽ ട്രാൻസ്ഫറിനും പ്രൊമോഷനും പൈസ മേടിക്കുന്നുണ്ടോ നിഷ? 8 വർഷമായിട്ട് ഭരിക്കുകയാണല്ലോ. ഓൺലൈൻ ട്രാൻസ്ഫറാണ്. ഏതെങ്കിലും തരത്തിൽ പ്രൊമോഷനും ട്രാൻസ്ഫറിനും ഒരു പാർട്ടി നേതാവ് കാശ് വാങ്ങിച്ചതായിട്ട് UDF-ന്റെ കാലത്ത് എത്ര വാർത്തകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ട് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എത്രയോ പ്രശ്നങ്ങൾ കേരളത്തിൽ വിരുവർത്തി കൊണ്ടുവന്നു. ഒരെണ്ണമെങ്കിലും പറയാൻ പറ്റുമോ? നേരെ മറിച്ച് ഇന്ത്യ മൊത്തം വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ ആക്ഷേപം ഉന്നയിച്ച BJP-യുടെ സുഹൃത്തുക്കൾ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റിട്ട് അവരുടെ വരുമാനം ഇലക്ട്രൽ ബോണ്ടായിട്ട് തിരിച്ചു വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് BJP. CPM-ഓ ആ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് കോടതി പോയി ഈ അഴിമതി പുറത്തു കൊണ്ടുവന്ന പാർട്ടിയാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ ദേഷ്യവർക്ക് കാണും. അപ്പോൾ അഴിമതി എന്ന് പറഞ്ഞ് CPM-നെ കുറ്റപ്പെടുത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. ശബരിമലയിലെ അഴിമതിരഹിതമായ സംവിധാനം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ അവിടെ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭരണകാലത്തും അത് തന്നെയാണ് നടന്നത്. ഒരു കാര്യം കൂടി, ഈ പ്രശാന്തിന്റെ ഡേറ്റ് നീട്ടിക്കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പ്രശാന്തിന്റെ ഡേറ്റ് അല്ല, അതിനകത്ത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു പ്രശ്നമല്ല. എന്താണെന്നറിയോ? നിങ്ങളെല്ലാം ആ പ്രശ്നത്തെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് 2019 എന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ് എടുത്ത് വെച്ചിട്ടാണ്. ശബരിമലയെ സംബന്ധിച്ച് അതല്ല സംഭവിക്കാൻ പോകുന്നത്. 998 പൂശിയ സ്വർണം 2025 നിൽക്കുന്ന ഒരു 25-27 കാലത്ത് അന്വേഷണം വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? സംഭവിക്കാൻ പോകുന്നത്
എക്സാലോജിക്കും ലാവലിനും ഈന്തപ്പഴത്തിലെ സ്വർണവും പറഞ്ഞതുപോലെ വെറും ഒരു പുകമറ മാത്രമേ ആയിരുന്നു. യഥാർത്ഥ കക്ഷികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെടും. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയുണ്ടോ, രാഷ്ട്രീയക്കാരുടെ കളിയുണ്ടോ, ഏതൊക്കെ രാഷ്ട്രീയക്കാർ സഹായിച്ചു വരട്ടെ. വരുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റേ ഉള്ളൂ. മറ്റുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉന്നയിച്ചത് എങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയോ ഇതും ഇടതുപക്ഷത്തെ ബാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിഷ, അഴിമതി നടത്തുന്ന ഒരു സെറ്റിനെ ഞങ്ങൾ ആരും ഒരു ചുമതല ഏൽപ്പിക്കില്ല. പ്രശാന്തിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവർ ശബരിമലയിലെ സ്വർണം കട്ടു എന്ന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. എത്ര ആത്മവിശ്വാസം ഉണ്ടായാലും ആ വസ്തുതയെ തന്നെ തുടരുകയാണ്. അല്ല നിഷ, അത് വരട്ടെന്നാ പറഞ്ഞ അന്വേഷണം പൂർത്തിയായില്ലല്ലോ. നമ്മൾ തോക്കിൽ കയറി വെടിവെക്കേണ്ട. അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവർ പ്രതിയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുമെന്ന് രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കും. അങ്ങനെ വരട്ടെ. നമ്മൾ ഇപ്പോഴേ കയറി അതിനകത്ത് മുൻകൂട്ടി പ്രഖ്യാപിക്കണ്ടല്ലോ. അതിനായില്ലല്ലോ. അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. വരട്ടെ. അവർ പ്രതിയാണോ, അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയത് കൊണ്ടാണ് അവിടുന്ന് സ്വർണം കടത്തിയതെങ്കിൽ അവർ കുറ്റവാളികളാവും. അങ്ങനെ അവരുടെ ഭാഗത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന പൂർണ്ണമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഈ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ ഇദ്ദേഹം 3ാം പ്രതിയാണ്, ശ്രീ എൻ വാസു. അതിൽ ഇപ്പോഴും സംശയമുണ്ട് നിങ്ങൾക്ക്? അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ സംശയമുണ്ട്? അല്ല, പ്രതിയാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ ഇരിക്കത്തില്ലല്ലോ. ഇരിക്കുമോ നിഷ? എൻ വാസു ഇപ്പൊ വീട്ടിൽ ഇരിക്കുക. പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കാര്യങ്ങളിലേക്ക് പ്രശ്നം. അവിടെയാണ് പ്രശ്നം ഡോക്ടർ പി കെ ഗോപൻ. എൻ വാസു ഇപ്പോഴും വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്? അത് ഞാൻ നിഷേധിക്കുന്നില്ല. ശരി, താങ്കൾ പ്രശാന്തിനെ കുറിച്ച് പറയുന്നത് കൂടി പറഞ്ഞു പൂർത്തിയാക്കും. അതിനുശേഷം മറ്റു അതിഥികളിലേക്ക് പോവാം. പ്രശാന്തിനെ കുറിച്ച് പറയാൻ വന്നത്, നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തി അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുമെന്നോ കൊടുക്കില്ലെന്നോ ഇതുവരെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങളൊരു നിഗമനത്തിലെത്തുന്നു, നിങ്ങൾ തന്നെ പറയുന്നു നീട്ടിക്കൊടുക്കില്ല. നീട്ടിക്കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഏജൻസികൾ പറഞ്ഞോ? രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞോ? ഗവൺമെന്റ് നേതൃത്വം പറഞ്ഞോ? നിങ്ങൾ അവർ നിഗമനത്തിലെത്തിയിട്ട് പിന്നെ എന്തിനാ അതിനെ ഒരു കൺക്ലൂഷനിൽ പിന്നെ വീണ്ടും ഒരു ഊഹത്തിൽ വീണ്ടും പറയുന്നത് എന്തിനാ? അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ നിലവിൽ നമ്മുടെ വരട്ടെ. അർദ്ധസത്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത്. അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് പി എസ് പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഡോക്ടർ പി കെ ഗോപൻ, പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുമോ കൊടുക്കില്ലയോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് നിങ്ങളുടെ കാര്യം. പക്ഷേ പി എസ് പ്രശാന്തിനെ ഒരു നിമിഷം പോലും ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്താൻ കൊള്ളുമോ ഡോക്ടർ പി കെ ഗോപൻ? ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾക്കപ്പുറം തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശബരിമല അയ്യപ്പ സംഗമത്തെ കലക്കാനുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നത് മുതൽ ഇതുവരെ പി എസ് പ്രശാന്ത് പറഞ്ഞതെല്ലാം അവാസ്തവമായിരുന്നുവെന്ന് കോടതി ഉത്തരവിലൂടെ വ്യക്തമാവുകയാണ്. കോടതി അദ്ദേഹത്തിന്റെ നിലപാടുകളെ പരാമർശിച്ചുകൊണ്ട് ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ ആ കസേരയിൽ ഇന്ന് പോലും ഇരുത്താമായിരുന്നോ ഡോക്ടർ പി കെ ഗോപൻ? നിങ്ങളെല്ലാവരും കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജസിന്റെ കസേരയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റിയിരുത്തിട്ട് അവിടെ കുറച്ചു നേരം കയറിയിരിക്കുക. അല്ലാതെ വേറെ എന്താ മാർഗം? എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കാം അവിടെ കയറിയിരിക്കുക. എന്തൊക്കെയാണ് ഈ വെച്ച് വിളമ്പുന്നത്? നിങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതി വിളമ്പുന്നതിനെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്? അത് എനിക്കറിയില്ല, ജഡ്ജിമാരോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ രണ്ടുപേരും ഇവിടെ ധാരാളം സമയമെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. നിഷയ്ക്ക് മിണ്ടാട്ടമില്ല. ഞാൻ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ നിഷ ഇടപെട്ട് തുടങ്ങി. എന്ത് വേണം? നിഷയുടെ ചോദ്യത്തിന് മറുപടി പറയണോ? രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതിന് എനിക്ക് പ്രതികരിക്കണോ? എനിക്ക് അതിനുള്ള സമയമുണ്ടോ? താങ്കൾ എന്നോട് ചോദ്യം ഉന്നയിച്ചതുകൊണ്ടാണ്, ഹൈക്കോടതി ജഡ്ജിമാരുടെ കസേരയിൽ ചോദിച്ചുകൊണ്ടാണ്. ഉത്തരം പറയാം. ശരി, താങ്കൾ പറയൂ. അതെ, അങ്ങനെ നമുക്ക് ദേഷ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നിഷ. അവിടെ നിന്ന് ഞാൻ കയറി ഇടപെട്ടില്ലല്ലോ. നിഷയുടെ ചോദ്യത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ദേഷ്യമൊക്കെ വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും, പ്രകോപനം വരും. അപ്പോഴൊക്കെ ഞാനിവിടെ ഇരുന്നല്ലോ. നിഷയ്ക്ക് അവസരം ഉണ്ടല്ലോ. നിഷയുടെ കയ്യിലാണല്ലോ അവസരം ഇരിക്കുന്നത് മുഴുവൻ. ഈ ചർച്ച പ്രകോപനത്തിന്റെ ഒരു ആവശ്യവുമില്ല ശ്രീ പി കെ ഗോപൻ. താങ്കൾക്ക് ആവശ്യമുള്ളിടത്തോളം പറഞ്ഞോളൂ. ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരണമെന്ന് മാത്രം പറയും. അല്ല, അതായിക്കോട്ടെ. ഞാൻ അതല്ലേ പറഞ്ഞേ. ഞാൻ പറയുന്ന മറുപടിയുടെ രീതി എനിക്ക് വിട്ടതാ, അതിൻ്റെ ശൈലി എനിക്ക് വിട്ടതാ. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എനിക്ക് വിട്ടതാ. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞത്
നിങ്ങൾ ഇത്ര അക്ഷമ കാണിക്കണ്ട. പ്രശാന്തിന് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ നിഷ. ഇങ്ങനെ ഒരു സമീപനമല്ലേ, ഒരു ഓപ്പൺനെസ് സമീപനമല്ലേ ഗവൺമെന്റ് എടുക്കുന്നേ, ഇടതുപക്ഷം എടുക്കുന്നേ? ശബരിമലയിൽ ആരെയെങ്കിലും സംരക്ഷിച്ചുകൊണ്ട് ഇതുവരെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വർത്താനം പറഞ്ഞു നിഷ? വേറെ ഏതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിലോ? ഇപ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ അവരൊക്കെ പത്രസമ്മേളനം നടത്തിയല്ലോ, അവർ പൊതുവേദികളിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരാളെ, ഭരണസമിതിയിൽപ്പെട്ട ബോർഡിൽപ്പെട്ടവരെയോ ഉദ്യോഗസ്ഥരെയോ ഏതെങ്കിലും ഒരാളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വാചകം CPM ലീഡർഷിപ്പിൽ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവരെല്ലാം തെറ്റുകാരാണെന്നല്ല. തെറ്റായാലും ശരിയായാലും വളരെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നത് കൊണ്ട്, ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇപ്പം ഇവർ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. എന്നിട്ട് CBIയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പറയും, നിങ്ങൾ ബംഗാളിൽ ആവശ്യപ്പെട്ടില്ലേ CBI? അതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് CBI ആവശ്യപ്പെട്ടില്ലേ? ബംഗാളിലെ സ്ഥിതി എന്തുവാ? ബംഗാളിൽ അവിടെ മമതാ ബാനർജി BJP-യേക്കാൾ അപകടകാരിയായി. ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നാൽ FIR പോലും ഇടില്ല. 100-300 CPM പ്രവർത്തകരെ കൊന്നവിടെ. കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യത്തില്ല, കേസെടുക്കത്തില്ല. അവിടെ BJP ഇവർക്കെതിരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു എതിർപ്പെങ്കിലും വെച്ച് CBI അന്വേഷിക്കണമെന്ന് അവിടെ പറഞ്ഞേ. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് CBI വിട്ടതാരാ? ഞങ്ങളുടെ നിർബന്ധമല്ല, കോൺഗ്രസിന് തന്നെ ആവശ്യമായിരുന്നു. നിങ്ങളിതാ വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ട് ശ്രീ സതീശന്റെ, പ്രതിപക്ഷ നേതാവിന്റെ. UDF ഗവൺമെന്റ് അഴിമതിയുടെ നിഴലിലാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന എത്ര വീഡിയോ ക്ലിപ്പ് ഇവിടെ നാട്ടിൽ കിട്ടാനുണ്ട്? അവർ തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. CBIക്ക് വിടണമെന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. അപ്പൊ CBI ഇവർക്ക് എങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരായി, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിക്കെതിരായിട്ടൊക്കെ CBI അന്വേഷണത്തിന്റെയും ED-യുടെയും പ്രശ്നത്തിൽ ഇവരെതിരാ. അവർ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇടതുപക്ഷത്തിനെതിരായിട്ട് CBI വേണം. അപ്പൊ CBI വേണമെന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഇടതുപക്ഷം ആവശ്യപ്പെട്ടതാണ്, ഏത് അന്വേഷണ ഏജൻസി ആയിക്കോ, ഇനി ഞങ്ങൾക്ക് CBIയോട് താല്പര്യമില്ല. അമിത്ഷായുടെ പൂർണ്ണമായും പെറ്റ് ഏജൻസിയാണ് CBI. അമിത്ഷാ കേസിൽ പ്രതിയാകാതെ അവിടെ ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ അതിനായിട്ട് വിധിച്ച ജഡ്ജിയുടെ അവസ്ഥ എന്തുവായിരുന്നു ലോകത്തെല്ലാവർക്കും അറിയാമല്ലോ. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ അത് ചർച്ച ചെയ്താണല്ലോ, കേരളത്തിൽ ചർച്ച ചെയ്താ. അപ്പൊ CBIയോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലും ഞങ്ങൾ ഈ കേസിൽ പറഞ്ഞു CBI എങ്കിൽ CBI എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്തിച്ചേർന്ന നിഗമനം എന്താ? ഇനി അടുത്ത വിഷയം, ഇവര് പിന്നെ ഇവിടെ ഭംഗിയായിട്ട് രണ്ടുപേരും കൂടെ പറഞ്ഞൊരു കഥയുണ്ട്. ഒരാൾ പറയുന്നു കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് ലാവ്ലിൻ കേസിൽ പിണറായി രക്ഷപ്പെട്ടത്. മറ്റേദ്ദേഹം പറയുന്നു BJP ആയിട്ടുള്ള ഒത്തുകളിയാണ് ലാവ്ലിൻ കേസിൽ പിണറായി രക്ഷപ്പെട്ടത്. രണ്ടുപേരുടെയും വാദത്തിന്റെ അർത്ഥം എന്താ? രണ്ടുപേരുടെയും വാദത്തിന്റെ അർത്ഥം എവിടെ എത്തി നിൽക്കുന്നത്? അതായത് ലാവ്ലിൻ കേസ് വിജിലൻസ് കോടതി തെളിവില്ലാതെ തള്ളിക്കളഞ്ഞു, കേരള ഹൈക്കോടതി തെളിവില്ലാതെ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ട് 27 തവണ മാറ്റിവെച്ചു. എന്താ കാര്യമെന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാം, നിഷയ്ക്ക് നല്ലപോലെ അറിയാം. CBIക്ക് ഒരു തെളിവിന്റെ അംശം കൊടുക്കാനില്ല. എന്നിട്ട് പറയാണ് ഒത്തുകളിയാണെന്ന്. ആര്? കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഫൈറ്റ് ഈ ലോകത്താർക്ക് അറിയാൻ വയ്യാത്ത. CPIM-ഉം BJP-യും തമ്മിലുള്ള രാഷ്ട്രീയ ശത്രുതയും രാഷ്ട്രീയ ഫൈറ്റിങ്ങും ആർക്കാ അറിയാൻ വയ്യാത്ത. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പറയുകയാണ് ഒത്തുകളി. ആ ഒത്തുകളി നടത്തിയ ഒരാളിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ബഹുമാന്യനായ സന്ദീപ് വാര്യറെ, KC വേണുഗോപാൽ എന്ന് പറയും. രാജ്യസഭ അംഗമായിട്ട് രാജസ്ഥാനിൽ ഇരിക്കുന്നു. ആ രാജ്യസഭാ അംഗത്വം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ അത് കിട്ടുന്നത് BJP-ക്കാ. BJP-ക്ക് അത് കിട്ടുകയും ചെയ്തു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. എന്തിനാണ് ആ സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം കേരളത്തിൽ വന്നത്? BJP-ക്കെതിരായി രാജ്യവ്യാപകമായി UPA സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന CPM-ന്റെ ഒരു സീറ്റ് കുറയ്ക്കാൻ അദ്ദേഹം ഇവിടെ വന്നു. ഒത്തുകളി ആര് തമ്മിലാ മനുഷ്യ? ഒത്തുകളി ആര് തമ്മിലാ? 12 PCC പ്രസിഡന്റ്, 17 PCC പ്രസിഡന്റുമാരെ കൊടുത്ത് 12 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത് ഈ മതനിരപേക്ഷ കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ BJP-ക്ക് സാഗൂതം വിട്ടുകൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ CPM-നെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായിട്ടാണ് BJP-ക്കെതിരെ, അല്ലാതെ BJP ഇന്ത്യയിലെ ഭരണപക്ഷം ആയതുകൊണ്ട് മാത്രമല്ല. ഇനി BJP-യുടെ അഴിമതി, ഇവിടെ ശ്രീ ഗോകുൽദാസ് CPM-ന്റെ ഈ ഗവൺമെന്റിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് അഴിമതിയാണ് തെളിയിക്കപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്നത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നടത്തിയ ആരോപണത്തെക്കുറിച്ചാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് നിങ്ങൾ ഉന്നയിച്ച ഏത് സംഭവം? നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിനോ ഈ കേരള സർക്കാർ കാല് പിടിച്ച് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം ഇടതുപക്ഷ ഈ സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കോളാം, ഈ അദാനി കോട്ട് ചെയ്ത് അത്രയും തുക തരാം, വേണേ 10 രൂപ അധികം തരാം, തന്നോ? 6 വിമാനത്താവളങ്ങളാണ് നിങ്ങൾ അദാനിക്ക് കൊടുത്തത്. അദാനി ഗുജറാത്തിൽ നിന്ന് ഈ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടൊപ്പം ഫ്ലൈറ്റ് കയറുമ്പോൾ അദാനി കയറി, രണ്ടുപേരുടെ ഡൽഹി വരുന്നേ, കയറുമ്പോൾ അദാനിയുടെ സമ്പത്ത് എത്ര ആയിരുന്നു? നമ്മുടെ കൊല്ലം ജില്ലയിലെ, കേരളത്തിലെയോ കോഴിക്കോട് ജില്ലയിലെയോ തിരുവനന്തപുരം ജില്ലയിലെയോ ഒരു സാധാരണ മുതലാളിയുടെ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു അന്ന് ഈ അദാനിയുടെ കയ്യിൽ.
ഇപ്പൊ അദ്ദേഹത്തിന് 6 വലിയ തുറമുഖങ്ങളുണ്ട്, സീപോർട്ട്, 7 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ നവരത്ന കമ്പനികൾ മൊത്തം കൊടുത്തു നിങ്ങൾ അദ്ദേഹത്തിന്. അദ്ദേഹം ഈ പൈസ എവിടുന്നാ തന്നത്? ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് എടുത്ത്. തിരിച്ചടച്ചിട്ടുണ്ടോ? തിരിച്ചടച്ചിട്ടില്ല. അപ്പോ നിങ്ങൾ ഇന്ത്യയിലെ മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്തിട്ട് അവരിൽ നിന്ന് പണം പറ്റി രാഷ്ട്രീയ പ്രവർത്തനത്തെ പാർട്ടിയെ ബി.ജെ.പി. CPM അങ്ങനെയല്ല. CPM അതിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ഭരണം ഉപയോഗിച്ച് അഴിമതി നടത്തുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ശബരിമല ദേവസ്വത്തിൽ ആരാണോ സാമ്പത്തികമായി ക്രമക്കേട് നടത്തിയിട്ടുള്ളത്, അവിടുത്തെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ളത്, അത് ആരായാലും അവരെ ശിക്ഷിക്കണം നിലപാടാണ്. കബളിപ്പിച്ചു, ദേവസ്വം മാനുവലിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, ഇത് കൊണ്ടുപോയത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. ഇങ്ങനെ എണ്ണി 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 ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റാണ് നിർബന്ധിച്ചത് ഇത് കൊണ്ടുപോകാനെന്ന് കോടതി തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് പോലും ആ കസേരയിൽ തുടരാൻ അനുവദിക്കാമായിരുന്നു. നിഷ, ഇവിടെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. ആരെയെങ്കിലും ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് ഈ കേസിൽ മുന്നിൽ കയറി എന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. SITയുടെ റിപ്പോർട്ടില്ലാതെ, കോടതിയുടെ നിഗമനമില്ലാതെ, കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന് എത്രയോ തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. സീസറിന്റെ ഭാര്യ മാത്രം മതിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംശയത്തിന് അതീതനാവണ്ടേ? ഡോക്ടർ പി കെ ഗോപൻ. അല്ല, സംശയിച്ചോ? സംശയത്തിന് അതീതനാകണമെന്നുള്ള ഒരു തർക്കമില്ലല്ലോ. നമ്മുടെ മുമ്പിൽ സംശയമാണ്, കോടതിയുടെ ചില നിരീക്ഷണങ്ങളാണ്. അക്കാര്യത്തിൽ ഗവൺമെന്റിന് ഇപ്പോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ എന്ന് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് ഉത്തരം പറ. SIT അവഗണിച്ചുകൊണ്ട്, കോടതിയെ അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു കേസിൽ ഫ്രെയിം ചെയ്ത് കേസെടുക്കുന്നത് പോലെ ഈ SITക്ക് പുറത്ത് കയറി ഒരു കേസെടുക്കാൻ പറ്റുമോ? കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെ മറുപടി പറഞ്ഞാട്ടെ. SITയുടെ മേളിൽ കയറി ഈ സംസ്ഥാനത്തെ പത്തനംതിട്ടയിലെ പോലീസോ, അല്ല ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, പത്തനംതിട്ടയിലെ പോലീസോ പറ്റുമോ? അത് പറ. കേസിന്റെ കാര്യമല്ലല്ലോ ഡോക്ടർ പി കെ ഗോപൻ. എന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടല്ല താങ്കൾ ഒഴിഞ്ഞു പറയുകയാണ്. എന്റെ ചോദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുത്താമോ എന്നുള്ളത്. അദ്ദേഹത്തെ കാലാവധിക്ക് മുമ്പ് അദ്ദേഹത്തെ ഇന്നലെ വന്ന കോടതി പരാമർശങ്ങളെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ, ശബരിമല ഭക്തരോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കസേരയിൽ PS പ്രശാന്തിനെ ഇരുത്താമോ ഡോക്ടർ പി കെ ഗോപൻ? സംശയം മാത്രമാണ്. അത് സംശയം മാത്രമാണ്. ആ സംശയം ദൂരീകരിക്കാൻ സംശയമല്ലല്ലോ, കോടതി എഴുതി വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾക്ക് കോടതിയെ സംശയമുണ്ടോ? നിങ്ങൾക്ക് കോടതിയെ സംശയമുണ്ടോ ഡോക്ടർ ഗോപൻ? നിങ്ങൾ പറയുമ്പോൾ പിടിച്ച് ജയിലിലിടണം, നിങ്ങൾ പറയുമ്പോൾ തീരുമാനം എടുക്കണം, അങ്ങനെയാണോ? എങ്ങനെ കേൾക്കാൻ വയ്യ? നിങ്ങളുടെ സൗണ്ടിന്റെ പ്രശ്നം കേട്ടോ. കേരള ഹൈക്കോടതി പറഞ്ഞത് വെച്ച് നിങ്ങൾ തീരുമാനമെടുക്കുമോ? കേരള ഹൈക്കോടതിയുടെ പരാമർശങ്ങളുടെ പുറത്ത് മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് CPM. എപ്പോഴാണ് നിങ്ങൾക്ക് നിലപാട് മാറിയത്? അത് അത് നിഷ കൃത്യമായിട്ട് ഉത്തരവുണ്ട് അതിന്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴല്ല, ഒരു കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുമ്പോഴല്ല. അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപം വന്നു കഴിഞ്ഞാൽ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതല്ല. ഇത് ഗവൺമെന്റിന് മാറി നിന്നുകൊണ്ട് ഒരു നിരീക്ഷണ കമ്മീഷൻ, ഒരു അന്വേഷണ കമ്മീഷനും ആ അന്വേഷണ കമ്മീഷന്റെ തലപ്പത്ത് കോടതി ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കയറി വന്ന് വേറെ ഇടപെടാൻ പറ്റില്ല. ഇത് രണ്ട് കേസാ. നിങ്ങൾ അങ്ങനെ തന്നെ വാദിക്കരുത്. നിങ്ങൾ പണ്ട് ആക്ഷേപം ഉന്നയിച്ചു, രാജിവെക്കാൻ പറഞ്ഞു, അതുപോലെ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത് ചെയ്യിപ്പിക്കാനും തിടുക്കത്തിൽ ഇത് കൊടുത്തുവിടാനും എല്ലാം ശ്രമിച്ചത് കോടതി അടക്കം കബളിപ്പിക്കാനാണ് എന്ന് കോടതി ഉത്തരവിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്.